So now we are going to discuss about a new topic, Stelar evolution. Steel എന്താണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. What is steel? Which represents the layers inner to the endodermis. എൻഡോഡെർമിസിന് അകത്ത് വരുന്ന ഫ്രം പെരിസൈക്കിൾ പിത്ത് ഉണ്ടെങ്കിൽ പിത്ത് അല്ലെങ്കിൽ സൈലോം ഫ്ലോയോ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് സ്റ്റീൽ എന്ന് പറയാം. അപ്പോൾ ഹൗ സ്റ്റീലാർ എവല്യൂഷൻ ഇസ് വെരി മച്ച് സിഗ്നിഫിക്കൻറ്റ് ഇൻ ദിസ് ഗ്രൂപ്പ്. കാരണം നമുക്ക് സിമ്പിൾ ടു കോംപ്ലക്സ് ടൈപ്പ് ഓഫ് സ്റ്റീൽസ് ക്യാൻ ബി സീൻ ഫ്രം പ്രിമിറ്റീവ് മെമ്പേഴ്സ് ടു അഡ്വാൻസ്ഡ് മെമ്പേഴ്സ്. അഥവാ ലോവർ ഫോമിലുള്ളതിൽ സിമ്പിൾ സ്റ്റീലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിൽ കോംപ്ലക്സ് സ്റ്റീലും കാണുന്നത് കൊണ്ട് യു ക്യാൻ കൺസിഡർ ദിസ് ആസ് ആൻ എവല്യൂഷണറി ട്രെൻഡ് ആസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ an evolutionary trend in this group. അതുകൊണ്ടാണ് സ്റ്റീലാർ എവല്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റീലാർ എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നിട്ടുള്ളത് സാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് 1875. ദെൻ 1886 ടീഗ്ലം എന്ന് പറയുന്നുള്ള സയൻറ്റിസ്റ്റ് അതിൻ്റെ ഒരു അണ്ടർലൈൻ ഫോർമുലേഷൻ അതൊരു ബേസ് ഉണ്ടാക്കി കൊടുത്തു. ദെൻ ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രണ്ട് ബേസിക് സ്റ്റീൽസ് ഇൻ ടെറിഡോഫൈറ്റിനെ പ്രപ്പോസ് ചെയ്തത്. ദേ ആർ പ്രോട്ടോസ്റ്റീൽ ആൻഡ് സൈഫണോസ്റ്റീൽ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോസ്റ്റീൽ ആൻഡ് സൈഫണോസ്റ്റീൽ? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, proto means primitive types of steels which can be seen in primitive members or lower forms of pteridophyte കാണാൻ പറ്റുന്ന സ്റ്റീലാണിത്. ആൻഡ് സൈഫണോസ്റ്റീൽ which is most advanced steel in pteridophyte which can be seen in advanced pteridophytes. അപ്പോൾ സൈഫണോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വാൻസ്ഡ് സ്റ്റീൽ. സൈഫണോ മീൻസ് ഇറ്റ് ഇസ് എ ട്യൂബ് ലൈക്ക് എന്നാണ് അർത്ഥം. അഥവാ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളത്, അഥവാ ഒരു പിത്ത് ഉണ്ട് എന്നാണ് സിമ്പിളി അത് മനസ്സിലാക്കേണ്ട. ഒരു പിത്ത് പ്രസൻ്റ് ആണ്. പിത്തുള്ള സ്റ്റീല് സൈഫണോ സ്റ്റീലും പിത്തില്ലാത്ത സ്റ്റീല് പ്രോട്ടോ സ്റ്റീലും എന്നുമാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് സ്റ്റീൽ, അഥവാ പ്രോട്ടോ സ്റ്റീലും അതിൻ്റെ ടൈപ്സും, ദെൻ സൈഫണോ സ്റ്റീലും അതിൻ്റെ ടൈപ്പും നമുക്ക് നോക്കാം. ദെൻ നമുക്ക് ലാസ്റ്റ് ഒരു ടൈപ്പും കൂടിയുണ്ട്, ഡിക്റ്റിയോ സ്റ്റീൽ, ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. First of all, what is proto steel? Proto steel is a simplest type of steel and primitive type of steel where you can see an endodermis. Inner to the endodermis is pericycle. Inner to the pericycle is phloem, and centrally a central mass of xylem cylinder. അപ്പോൾ xylem which is surrounded by phloem, pericycle, endodermis. ഈ ഒരു സാധനത്തിന് അതിനെയാണ് പ്രോട്ടോ സ്റ്റീൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പ്രോട്ടോ സ്റ്റീലിലെ സൈലത്തിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോ സ്റ്റീൽസ്. അതിലൊന്നാണ് ഹാപ്ലോ സ്റ്റീൽ. ഹാപ്ലോ സ്റ്റീൽ എന്ന് പറയുന്നത് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോ സ്റ്റീൽ ഇൻ വിച്ച് യു ക്യാൻ സീ സെൻട്രൽ കോർ ഓഫ് xylem which is surrounded by phloem, which is surrounded by pericycle, which is surrounded by എൻഡോഡർമിസ്. സോ ഒരു സിംപ്ലസ്റ്റ് പ്രോട്ടോ സ്റ്റീൽ തന്നെയാണ് ഹാപ്ലോ സ്റ്റീൽ എന്നും പറയുന്നത്. ഓക്കെ, എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഹിയർ ദ എക്സാമ്പിൾ ഇസ് ഗ്ലൈക്കീനിയ. സോ നമുക്ക് ഇനി സെക്കൻഡ് ടൈപ്പിനെ കുറിച്ചിട്ട് നോക്കാം. സെക്കൻഡ് ടൈപ്പ് അണ്ടർ പ്രോട്ടോ സ്റ്റീൽ ഇറ്റ് ഈസ് ആക്ടിനോ സ്റ്റീൽ. വാട്ട് ഈസ് ആക്ടിനോ സ്റ്റീൽ? ഇതൊരു സിമ്പിൾ ടൈപ്പ് ഓഫ് പ്രോട്ടോ സ്റ്റീൽ തന്നെയാണ്. ബട്ട് ഹിയർ ദ സൈലം ഇസ് സ്റ്റാർ ഷേപ്ഡ്. Xylem forms the central cylinder which is star shaped, surrounded by phloem, then pericycle, then endodermis. അപ്പോൾ അങ്ങനെ സൈലം ഒരു സ്റ്റാർ ഷേപ്പ്ഡ് ആണെങ്കിൽ അതിനെയാണ് ആക്ടിനോ സ്റ്റീൽ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സൈലോട്ടം. പി സൈലൻറ്റ് ഹിയർ. സൈലോട്ടം എന്നുള്ളത് പി സൈലോട്ടം എന്നാണ് ഇത്. പി സൈലൻ്റ് ആണ് കേട്ടോ ആക്ടിനോ സ്റ്റീൽ. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് പ്ലക്ടോ സ്റ്റീൽ. പ്ലക്ടോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ സൈലം ഫോംസ് എ ബാൻഡ്, പാരലൽ ആയിട്ടുള്ള ബാൻഡ് പോലെ അല്ലെങ്കിൽ പ്ലേറ്റ് പോലെ തോന്നിക്കും. അതിനെ ചുറ്റും സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഫ്ലോ ഉണ്ടാകും. ആ ഫ്ലോയത്തിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? പെരിസൈക്കിൾ ഉണ്ട്, എൻഡോഡർമിസ് ഉണ്ട്. അങ്ങനെയുള്ള സൈലം പ്ലേറ്റ് ലൈക്ക് പാരലൽ ബാൻഡ്സ് ആയിട്ട് കാണപ്പെടുന്ന ഈ ടൈപ്പ് ഓഫ് സ്റ്റീലിനെയാണ്
പ്ലക്ടോസ്റ്റീൽ എന്ന് പറയുന്നത് ലൈക്കോപോഡിയം ക്ലാവേറ്റത്തിലാണ് കാണപ്പെടുന്നത്. എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് മിക്സഡ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ സൈലം ബ്രേക്സ് ഇറഗുലർലി ആൻഡ് ക്യാൻ ബി സീൻ എംബഡഡ് വിത്തിൻ ഫ്ലോയത്തിൽ സൈലം ഇങ്ങനെ ചെറിയ ബാൻഡുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ബ്രേക്ക് ചെയ്ത ഹോൾ സൈലം ഒരു ഫ്ലോയത്തിൻ്റെ മാസിൽ എംബഡ് ചെയ്തിട്ടുള്ള രീതിയിൽ കാണപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെയാണ് മിക്സഡ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുക. ദിസ് റെപ്രസെൻറ്റ്സ് ദ ബ്രോക്കൺ സൈലം പാർട്ട് ആൻഡ് ദ ഹോൾ ബ്രോക്കൺ ഏരിയ ആർ എംബഡഡ് വിത്തിൻ ഫ്ലോയത്തിനകത്താണ് അതിനെ എംബഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഫ്ലോയത്തിനെയാണ് മിക്സഡ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത്. അത് ലൈക്കോപോഡിയം സെർണം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിനകത്താണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പോളിസ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഹാപ്ലോസ്റ്റീൽ. എന്താ ഹാപ്ലോസ്റ്റീൽ? സെൻട്രൽ കോർ ഓഫ് സൈലം വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം, സറൗണ്ടഡ് ബൈ പെരിസൈക്കിൾ, സറൗണ്ടഡ് ബൈ എൻഡോഡെർമിസ്. അങ്ങനത്തെ പല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹാപ്ലോസ്റ്റീലുകൾ ഒരൊറ്റ സ്ട്രക്ചറിനകത്ത് കാണപ്പെടുകയാണെന്ന് വെച്ചാൽ അതിനെയാണ് ഒരു പോളിസ്റ്റീൽ എന്ന് പറയും. പോളിസ്റ്റീലുകൾ, മൾട്ടിപ്പിൾ സ്റ്റീലുകൾ കാണപ്പെടാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതിനോരോന്നിനും സെൻട്രൽ കോർ ഓഫ് സൈലം വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം ആൻഡ് ഈച്ച് വാസ്കുലാർ ബണ്ടിലിനും ഇറ്റ്സ് ഓൺ എൻഡോഡെർമിസും ഇറ്റ്സ് ഓൺ പെരിസൈക്കിളും ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്. ഓക്കെ, അതേപോലത്തെ വേറൊരു ഹാപ്ലോസ്റ്റീലാണിത്, വേറൊരു ഹാപ്ലോസ്റ്റീലാണ്. അങ്ങനത്തെ മെനി ഹാപ്ലോസ്റ്റീലുകൾ കൂടി ചേർന്നിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റീലാണ് പോളിസ്റ്റീൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെലാജിനെല്ല. എല്ലാ സെലാജിനെല്ല അല്ല, സം സ്പീഷ്യസ് ഓഫ് സെലാജിനെല്ലയ്ക്ക് ഈ ഒരു പോളിസ്റ്റീലി കണ്ടീഷനാണ് ഉള്ളത്. ദെൻ കംസ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽ വിച്ച് ഇസ് സൈഫണോസ്റ്റീൽ. സൈഫൺ മീൻസ് എ ട്യൂബ്. ഹിയർ പിത്ത് ആക്ട് ആസ് എ ട്യൂബ്. പിത്താണ്, സെൻട്രൽ കോർ ഓഫ് പിത്താണ്. സെൻറ്ററിൽ പിത്ത് ഉണ്ടാവും. പിത്തിനെ സറൗണ്ട് ചെയ്തിട്ട് സൈലുണ്ട്, സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയുണ്ട്, ഫ്ലോയത്തിനെ സറൗണ്ട് ചെയ്തിട്ട് പെരിസൈക്കിൾ ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് എൻഡോഡെർമിസ് ഉണ്ട്. സോ സൈഫണോസ്റ്റീൽ ഇസ് എ ടൈപ്പ് ഓഫ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഫൗണ്ട് ഇൻ ടെറിഡോഫൈറ്റ്. ഹിയർ എ സെൻട്രൽ സോളിഡ് കോർ ഓഫ് എന്താ കാണാൻ പറ്റുക? പിത്താണ് കാണാൻ പറ്റുക അല്ലേ? പിത്തിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ബാക്കി സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ ഇതാണ് സൈഫണോസ്റ്റീലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. Siphonosteel is again divided into two types. They are amphifloic siphonosteel and ectofloic siphonosteel. Amphifloic siphonosteel means means both side എന്നാണ്. Floic means phloem on both side. എന്തിൻ്റെ both സൈഡിൽ? സൈലത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് ഫ്ലോയം കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്ന് പറയുക. അപ്പോൾ സെൻട്രലിൽ ഒരു പിത്ത് ഉണ്ടാകും, സൈലം ഒന്നേ ഉണ്ടാവുള്ളൂ, സൈലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഔട്ടർ ഫ്ലോയും ഇന്നർ ഫ്ലോയും ഉണ്ടാവും. അപ്പം നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഏറ്റവും പുറമെ എൻഡോഡെർമിസ്, ഔട്ടർ എൻഡോഡെർമിസ്, ദെൻ ഔട്ടർ പെരിസൈക്കിൾ, ദെൻ ഔട്ടർ ഫ്ലോയം, ഈ പച്ചയിലുള്ളത് ഔട്ടർ ഫ്ലോയം, ദെൻ ഫോംസ് സെൻട്രൽ സൈലം. സെൻട്രലിൽ സൈലം ഒന്നേ ഉണ്ടാവുള്ളൂ. ഇന്നർ ടു ദ സൈലം ഇസ് ഇന്നർ ഫ്ലോയം, ഇന്നറിലുള്ള നീല. ദെൻ ഇന്നർ പെരിസൈക്കിൾ, ഇന്നറിലുള്ള പച്ചയാണ് ഫ്ലോയം, ഇന്നറിലുള്ള നീല പെരിസൈക്കിൾ, ഇന്നറിലുള്ള എൻഡോഡെർമിസ്, ഏറ്റവും സെൻറ്ററിൽ പിത്ത്. ഇപ്പോൾ എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, ഔട്ടർ എൻഡോഡെർമിസ്, ഔട്ടർ പെരിസൈക്കിൾ, ഔട്ടർ ഫ്ലോയം, സൈലം, ഇന്നർ ഫ്ലോയം, ഇന്നർ പെരിസൈക്കിൾ, ഇന്നർ എൻഡോഡെർമിസ്, പിത്ത് അല്ലേ? പിത്ത്, ഔട്ടർ എൻഡോഡെർമിസ്, ഔട്ടർ പെരിസൈക്കിൾ, ഔട്ടർ ഫ്ലോയം, പിത്ത്, ഇന്നർ എൻഡോഡെർമിസ്, ഇന്നർ പെരിസൈക്കിൾ, ഇന്നർ ഫ്ലോയം, സൈലം, ഔട്ടർ ഫ്ലോയം, ഔട്ടർ പെരിസൈക്കിൾ, ഔട്ടർ എൻഡോഡെർമിസ്. So this type of representation is known as amphifloic siphonosteel. എക്സാമ്പിൾ മാർസീലിയ. ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഫണോസ്റ്റീലാണ്. മാർസീലിയ നിങ്ങൾക്കില്ല, നിങ്ങളുടെ പ്രീവിയസ് ബാച്ചിന് പഠിക്കാനുണ്ടായിരുന്നു. സോ ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീൽ എന്താണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. ആംഫി മീൻസ് ബോത്ത് സൈഡ് എന്നാണ് അർത്ഥം. Then comes the next one, ectofloic siphonosteel. What is ectofloic siphonosteel? If phloem is restricted to outside, so only single xylem ഉണ്ടാവുള്ളൂ, സിംഗിൾ ഫ്ലോയം ഉണ്ടാവുള്ളൂ. ആ ഫ്ലോയം സൈലത്തിൻ്റെ പുറമെയാണ് കാണപ്പെടുക. സോ സെൻട്രൽ കോർ ഓഫ് പിത്ത് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ സൈലം വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം,
then pericycle, then endodermis. This type of arrangement is known as ectofloic siphonostele or phloem outside the xylem എന്നാണ് ectofloic siphonostele അർത്ഥം. Then പിത്തിന്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് വ്യൂസ് ഉണ്ട്. അഥവാ ഹൗ പിത്ത് ഒറിജിനേറ്റഡ്, പിത്ത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് സൈഫണോസ്റ്റീലിൽ എന്നുള്ളതാണ് അടുത്തൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. പിത്തിന് എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിനും ഇൻട്രാസ്റ്റീലാർ ഒറിജിനും രണ്ട് വ്യൂസ് ആണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത് വിത്തിൻ ദ സ്റ്റീലിലുള്ള സെൽസിൽ നിന്ന് തന്നെയാണ് പിത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് പറയുന്നത്. സോ എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഏതാണ്? ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് എന്ന് പറയുന്നത് എൻഡോഡെർമിസ് ആണ്. അപ്പോൾ എൻഡോഡെർമിസിന്റെ പുറമേയുള്ള സെൽസിൽ നിന്നും ആണ്, അഥവാ കോർട്ടിക്കൽ സെൽസിൽ നിന്ന് സ്റ്റീലാർ റീജിയൻ അല്ലാത്ത ഭാഗത്തിൽ നിന്നുമാണ് പിത്ത് വന്നിട്ടുള്ളതെന്നാണ് എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. അപ്പം നമുക്ക് എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇതാണ് പിത്ത് എന്ന് കരുതുക, ഇതാണ് നമ്മുടെ എൻഡോഡെർമിസ്, ഇതാണ് നമ്മുടെ കോർട്ടിക്കൽ സെൽസ്. ഈ കോർട്ടിക്കൽ സെൽസ് ഈ എൻഡോഡെർമിസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇൻവേർഷൻ അഥവാ ഇന്നറിലേക്ക് ഇൻട്രൂഷൻ ഓഫ് കോർട്ടിക്കൽ സെൽസ് by the breakage of endodermis and other structures to form central pith. പിത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. അഥവാ കോർട്ടിക്കൽ സെൽസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്ന് എൻഡോഡെർമിസിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ഒരു പിത്ത് ഫോം ചെയ്തു എന്നാണ് എക്സ്ട്രാ സ്റ്റീലാർ അഥവാ സ്റ്റീലിന് പുറമേ ഉള്ള സെൽസിൽ നിന്നുണ്ടായ എക്സ്ട്രാ സ്റ്റീലാർ ഒറിജിൻ പറയുന്നത്. ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്താ പറയുന്നത്? ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് പറയുന്നത് സൈലത്തിൻ്റെ ട്രക്കീഡ് അതുപോലത്തേക്കുള്ള സെൽസ് എന്ത് ചെയ്യുക, ഡീജനറേറ്റ് ചെയ്തു കുറച്ച്. അപ്പോൾ ആ ഡീജനറേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്തായിട്ട് മാറി? പിത്തായിട്ട് മാറി. ബാക്കിയുള്ള എലമെൻസിനൊക്കെ സൈലത്തിനെയും ഫ്ലോയത്തിനെയൊക്കെ പുറമേക്ക് തട്ടും ചെയ്തു. ഓക്കെ, അപ്പോൾ പിത്ത് സെൻറ്ററിൽ വരും ചെയ്യും. ഡീജനറേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ സെൻറ്ററിൽ നിൽക്കും. ഡീജനറേറ്റ് ചെയ്യാത്തതിനെ പുറത്തേക്ക് തട്ടും. അതുവഴി സൈലോം ഫ്ലോയും പുറത്തേക്കും വരും. അപ്പം ഇതിനെയാണ് ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിത്തായി സൈലോം ഫ്ലോയും ഇതിൻ്റെ പുറമെ ആവും ചെയ്തു. അതാണ് ഇൻട്രാസ്റ്റീലാർ ഒറിജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരൊറ്റ ടൈപ്പ് ഓഫ് സ്റ്റീലും കൂടി പഠിക്കാണ്ട്, ഡിക്റ്റിയോ സ്റ്റീൽ. മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സൈഫണോ സ്റ്റീലാണ് ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ഡിക്റ്റിയോ സ്റ്റീലിൻ്റെ പ്രത്യേകത, ഈ സ്റ്റീലിന് മെനി ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസസും കാണാൻ പറ്റും. അഥവാ ഒരു സ്റ്റെമ്മിനകത്ത് നിന്ന് ഒരൊറ്റ ഏരിയയുടെ അടുത്ത് നിന്ന് തന്നെ ഇഷ്ടം പോലെ ലീഫുകൾ അറൈസ് ചെയ്യുകയാണ് ചെയ്യില്ല. ഇങ്ങനെ സ്പൈറലായിട്ടുള്ള രീതിയിൽ ലീഫ് അറൈസ് ചെയ്യുകയാണെങ്കിൽ ആ ലീഫിലേക്കൊക്കെ സപ്ലൈ പോകണം അല്ലേ. അപ്പോൾ മെയിൻ സൈലം സിലിണ്ടർ ഇങ്ങനെ ബ്രോക്കൺ പീസുകളായിട്ട് മാറും, ഈ ലീഫുകളിലേക്കുള്ള സപ്ലൈ ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ലീഫ് ഗ്യാപ്പുകളും ലീഫ് ട്രേസസുകളും ഉള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീലാണ് ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ആംഫിഫ്ലോയിക് സൈഫണോ സ്റ്റീലും എക്ടോഫ്ലോയിക്കും കഴിഞ്ഞാൽ ഡിക്റ്റിയോസ്റ്റീൽ നമുക്കൊരു സബായിട്ട് കൊടുക്കാം, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡിക്റ്റിയോസ്റ്റീലിനകത്ത് മെനി ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസസും കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സ്റ്റീൽ ഫോം ചെയ്തിട്ടുള്ള ഇങ്ങനെ മെയിൻ സ്റ്റീൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസസുമായിട്ട് ഫോം ചെയ്തിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സൈഫണോ സ്റ്റീലിനെയാണ് എന്ത് പറയുക? ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയാം. അപ്പോൾ പ്രോട്ടോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്രോട്ടോ സ്റ്റീൽ അതിൻ്റെ സെൻട്രൽ കോർ ഓഫ് സൈലത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ എപ്പോഴും പിത്ത് വേണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റീലാർ റെവല്യൂഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്.